അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി. വിജയ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന ദേശീയ ദുരന്ത നിവാരണ സേന അവസാനിപ്പിച്ചു. സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എങ്ങനെയാണ് നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, നിലവിൽ ഈ അപകടം നടന്നിട്ടുള്ള പ്രദേശത്തു നിന്ന് ഇന്നലെ തകർന്നു വീണ വിമാനത്തിൻ്റെയും ഒപ്പം കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിന് മുൻപായി ഇന്ന് പുലർച്ചെ മുതൽ വിവിധ സംഘങ്ങൾ, അതായത് ഫോറൻസിക് വിഭാഗവും ATS-ഉം കൂടാതെ NSGയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങൾ ഈ സംഭവ സ്ഥലത്തെത്തി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. കൂടാതെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളത് തകർന്നു വീണിട്ടുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലും ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവനുകളുണ്ടോ എന്നുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. അത് വളരെ ദ്രുതഗതിയിൽ സാധ്യമാകുന്ന തരത്തിൽ, മനുഷ്യസാധ്യമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സേനയുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധനകൾ മണിക്കൂറുകളോളം നടത്തി. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ആദ്യത്തെ ഏകദേശം 10 മണിക്കൂർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യ ശരീരങ്ങൾ, അത് ജീവനോടെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരങ്ങൾ മുഴുവൻ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാദൗത്യമാണ് ദേശീയ ദുരന്ത നിവാരണ സൈന്യവും പോലീസും ഉൾപ്പെടെ എല്ലാ ഏജൻസികളും ചേർന്നുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വിവിധ തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടന്നിട്ടുള്ളത്. ATS എത്തിയിരുന്നു. കൂടാതെ NSG വിഭാഗം, ഫോറൻസിക് വിഭാഗം, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഏജൻസികൾ സംഭവ സ്ഥലത്തെത്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി. ഇപ്പോൾ അത്തരം പരിശോധനകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് NSG വിഭാഗവും കൂടാതെ ATS-ഉം ഈ ഫോറൻസിക് വിഭാഗവുമെല്ലാം ഈ സംഭവ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ ഈ മേഖലയിലുള്ളത് ഒന്ന് സുരക്ഷാ ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളുമാണ്. ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളാണ് ഈ തകർന്ന കെട്ടിടത്തിൻ്റെയും ഒപ്പം ഈ വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് അത് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം അവിടേക്ക് ആളുകളെയും വിട്ടു തുടങ്ങുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്നിട്ടുള്ള ഈ ഹോസ്റ്റലിലെ വിജയ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഈ ഒരു വിമാനം തകർന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ എടുക്കുന്നതിന്, ആ ഹോസ്റ്റലിലുള്ള ബാഗും മറ്റു സാധനങ്ങളും എടുക്കുന്നതിനുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. അവരെ എല്ലാവരെയും കടത്തിവിടാതെ വളരെ ചുരുക്കം ചില ആളുകളെ മാത്രം ഈ ബാഗുകൾ ഉൾപ്പെടെ എടുക്കുന്നതിനായി കയറ്റി വിട്ടുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും ആ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൂടാതെ ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വിമാനം തകർന്നു വീണതിനാൽ അതിൻ്റെ മുകൾ നിലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അത് താഴേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ദുരന്ത നിവാരണ സേനയാണ് ഓരോ അവശിഷ്ടങ്ങളും മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള രക്ഷാദൗത്യവും ഇപ്പോൾ ആ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനുള്ള പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ശാസ്ത്രീയ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതാണ് ഈ സംഭവ സ്ഥലത്ത് നിലവിൽ നടക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ സിവിൽ ആശുപത്രിയിൽ പോയിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കൊണ്ട് അവിടെ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച സിവിൽ ആശുപത്രിയിൽ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ പോയിരുന്നു. ആ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിലവിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന്, അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. കൂടാതെ പരിക്കേറ്റവരുടെ കുടുംബങ്ങൾ
ഇത്തരത്തിൽ ആർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട് എന്ന് അറിയുന്നതിനായി അത്തരം അന്വേഷണവുമായി എത്തുന്ന ആളുകൾ, നാട്ടുകാർ, അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കൊണ്ട് ഈ പരിക്കേറ്റവരെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി ആശുപത്രി അധികൃതരോടും കൂടാതെ ഉദ്യോഗസ്ഥരോടും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം സിവിൽ ആശുപത്രി എന്നുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമാണ്. എല്ലാ തരത്തിലുമുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇടമാണ്. ഈ അപകടം നടന്നയിടത്ത് നിന്ന് ഏകദേശം 500 മീറ്ററിനും 1 കിലോമീറ്ററും ഉള്ളിലാണ് ഈ ആശുപത്രിയിലേക്കുള്ള ദൂരം. അത്ര അടുത്താണ് ഈ ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പരിക്കേറ്റവരെ ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. ആശുപത്രിയിൽ ഇപ്പോൾ പരിക്കേറ്റ് 60-ലധികം ആളുകളാണുള്ളത്. അതിൽ ഇന്ന് രാവിലെയാണ് അത് സംബന്ധിച്ചൊരു അനൗദ്യോഗികമാണെങ്കിലും ഒരു സ്ഥിരീകരണം ആശുപത്രി അധികൃതർ നൽകിയത്. അതിനുശേഷം മറ്റ് അപ്ഡേറ്റുകളൊന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതായത് 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 20-ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഈ പരിക്കേറ്റ് ഈ ഗുരുതരമായി പരിക്കേറ്റവരെ വളരെ മികച്ച ചികിത്സ നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ശ്രമവും ഉണ്ടാക്കണം. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും ആ മൃതദേഹം തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും ഈ സിവിൽ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. DNA പരിശോധന കൂടാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ, അത്തരത്തിൽ ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ എത്തിയതിനു ശേഷം ആ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയാണ്. നിലവിൽ അനൗദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 290-ലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയധികം മൃതദേഹങ്ങളാണ് ഈ സിവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായി അതിനൊരു സ്ഥിരീകരണം ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ഭരണകൂടം നൽകിയിട്ടില്ല. കാരണം അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവനാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുഴുവൻ മൃതദേഹങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ആ നടപടികൾ പൂർത്തിയായി സാവധാനം മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു സമയമെടുത്തുകൊണ്ട് മാത്രമേ ഈ മരണസംഖ്യ സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. എങ്കിൽ പോലും 290-ലധികം മരണം സംഭവിച്ചു എന്ന് നമുക്ക് അനൗദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും ഈ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അത്തരം സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 241 പേർ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരാണ്. ബാക്കിയുണ്ടായിരുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ കെട്ടിടത്തിൽ, അത് BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ താമസിക്കുന്ന ഹോസ്റ്റലും ഒപ്പം ഭക്ഷണ സൗകര്യം ഉൾപ്പെടെയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്കാണ്, ചെറിയ 2 കെട്ടിടങ്ങൾ പോലുള്ള ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്കാണ് ഈ വിമാനം തകർന്നു വീണിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടിച്ചിറങ്ങിയിട്ടുള്ളത്. അതിൽ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഡോക്ടർ മരിച്ച റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ മരിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് 10 മെഡിക്കൽ വിദ്യാർത്ഥികളും 24-ലധികം പ്രദേശവാസികളും മരണപ്പെട്ടു എന്നൊരു കണക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് അനൗദ്യോഗികമായിട്ട് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ 241 ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ, 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടാതെ 24 പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ആശുപത്രിയിൽ 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നുണ്ട്. അതിൽ 20-ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അതാണ് ഇനി അടുത്തൊരു ചോദ്യം, ഉത്തരം ലഭിക്കാനുള്ള ചോദ്യം. എങ്ങനെയാണ് ഈ വിമാനം, എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നു വീണത്? അതിന് എന്ത് തകരാറാണ് സംഭവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ 3-4 മിനിറ്റുകൾക്കുള്ളിലാണ് ആ വിമാനം ഈ ജനവാസ മേഖലയിലേക്ക്, BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഈ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് വീണിട്ടുള്ളത്. ഈ സംഭവം, അതായത് ടേക്ക് ഓഫ് ഉൾപ്പെടെ കണ്ടുകൊണ്ടിരുന്ന ആ ദൃക്സാക്ഷികൾ അല്പസമയങ്ങൾക്ക് മുൻപ് ജനം TVയോട് പ്രതികരിച്ചിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തുടർച്ചയായി ഇടവേളകളിൽ വിമാനത്താവളം അത്രയധികം അടുത്താണ്. ഒരു 10 മിനിറ്റിൻ്റെ ഇടവേളകളിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഇടവേളയിൽ ഒരു വിമാനമെങ്കിലും ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് അതൊരു സ്ഥിരം കാഴ്ചയാണ്. ആ ദൃക്സാക്ഷികൾ സൂചിപ്പിച്ചത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ഉയർന്നു പൊങ്ങുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികത തോന്നി
തോന്നിയിരുന്നു. സാധാരണഗതിയിൽ നിന്നും വളരെയധികം താഴ്ന്ന് ബിൽഡിങ്ങുകളോട് ഏറ്റവും അടുത്ത രീതിയിലായിരുന്നു ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പൊന്തിയിരുന്നത്. പിന്നീട് അതൊരു നിയന്ത്രണം വിട്ട അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ നമ്മോട് സംസാരിച്ച ആ ദൃക്സാക്ഷി പറഞ്ഞത് അത്തരത്തിലൊരു സംഭവം കണ്ടപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയെന്നും പിന്നീട് ഈ വിമാനം ഈ കെട്ടിടത്തിൻ്റെ മറുവശത്തേക്ക് വീഴുകയും അത് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നതും കണ്ടു. അതായത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെയും ആ വിമാനത്തിന് അപാകതയുണ്ടായിരുന്നു. ടേക്ക് ഓഫിൽ ഏതെങ്കിലും അപാകതകൾ, അതായത് ടേക്ക് ഓഫ് ഇന്ന അപാകതകൾ സംഭവിച്ചു എന്നല്ല, ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെ ആ വിമാനത്തിന് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നൽകിയിട്ടുള്ള വിവരം. കൂടാതെ ഈ വിദഗ്ധരായിട്ടുള്ള ആളുകളും അത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യോമയാന മേഖലയിൽ ഈ അത്തരം വൈദഗ്ധ്യമുള്ള ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ടേക്ക് ഓഫ് സമയത്ത് തന്നെ ഒരു അപകടം പൈലറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ആ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ ഈ മുകളിലേക്ക് പൊങ്ങാതെ താഴ്ന്നു തന്നെ ഇരിക്കുന്നത്. കൂടാതെ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് ഒരു ടേക്ക് ഓഫിന് സാധ്യമാകുന്ന വേഗതയിലേക്ക് വിമാനം എത്തിയത് കൊണ്ടാകണം ആ ടേക്ക് ഓഫ് ഒഴിവാക്കാതെ പറന്നുയർന്നതും പിന്നീടൊരു അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചതും. പക്ഷേ അത്തരത്തിലൊരു ശ്രമവും നടത്താൻ സാധിക്കാതെ, ഒരു ഇടപെടലും നടത്താൻ സാധിക്കാനുള്ള സമയം നൽകാതെ ആ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അത് എയർ ട്രാഫിക് കൺട്രോളറും അതുതന്നെയാണ്, ആ ഒരു യൂണിറ്റും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് വിമാനത്തിൽ നിന്ന് മെയ്ഡേ കോൾ, അതായത് അടിയന്തര സാഹചര്യത്തിൽ അത്യധികം അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ നൽകുന്ന സന്ദേശം ATCയിലേക്ക് എത്തിയെങ്കിലും അതിനെന്തെങ്കിലും തിരിച്ചൊരു പ്രതികരണം, നിർദ്ദേശം നൽകാൻ സാധിക്കുന്നതിന് മുൻപേ തന്നെ കോക്പിറ്റുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് എന്നുള്ളത് ATC വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകമാണ് എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. അതിനുള്ള കാരണം സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതി പ്രത്യേക അന്വേഷണം നടക്കുന്നു. കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകം അന്വേഷണം നടക്കുന്നു. ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ CEO ഇവിടെ എത്തിയിരുന്നു. സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം വളരെ ദൗർഭാഗ്യകരമായ സമയത്തിലൂടെയാണ്, അല്ലെങ്കിൽ കടുത്ത സമയത്തിലൂടെയാണ് എയർ ഇന്ത്യ കടന്നു പോകുന്നത് എന്ന പ്രതികരണം CEO നടത്തിയിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ എയർ ഇന്ത്യയുടെയും ഒപ്പം ഈ DCGയുടെയും വ്യോമയാന മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യോമയാന സഹമന്ത്രി, ഗുജറാത്ത് മുഖ്യമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരും അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ തന്നെ അടിയന്തര യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിട്ടുള്ള രക്ഷാദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ, നിലവിൽ ആശുപത്രിയിലുള്ള ക്രമീകരണങ്ങൾ, പരിക്കേറ്റവർക്ക് നൽകുന്ന ചികിത്സ, തുടർ നടപടികൾ, ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി, ഇത് സംബന്ധിച്ചൊരു വിശദമായ വിലയിരുത്തൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ നേരിട്ടെത്തിക്കൊണ്ട്, ഈ ദുരന്ത സ്ഥലത്ത് നേരിട്ടെത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അർദ്ധരാത്രിക്ക് മുൻപേ തന്നെ അഹമ്മദാബാദിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ആ രാത്രി തന്നെ ദുരന്ത സ്ഥലത്തും ആശുപത്രിയിലും സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും രക്ഷാദൗത്യത്തിന് ആവശ്യമായിട്ടുള്ള ഏകോപനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് നിന്ന് ഫോറൻസിക് സംഘവും NSGയും ATSും ഉൾപ്പെടെയുള്ളവർ പരിശോധന പൂർത്തിയാക്കി പോയിട്ടുണ്ട്. ഇപ്പോഴിവിടെ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും കെട്ടിടത്തിൻ്റെയും ഒപ്പം വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അവസാനഘട്ട പരിശോധന നടത്തുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയാണ്. ശാസ്ത്രീയ പരിശോധന അവസാനിച്ചതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കടത്തി വിടുന്നുണ്ട്. അതായത് ഈ കെട്ടിടത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടം നടക്കുമ്പോഴും അതിനു മുൻപും ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ആ കെട്ടിടത്തിനകത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇന്നലെ അപകടം നടന്നയുടൻ അർദ്ധരാത്രി വരെ, അതായത് നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്ന സമയങ്ങളിലെല്ലാം ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ ദൃശ്യങ്ങൾ എടുക്കാനും അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടിയാണ് ഫോറൻസിക് വിഭാഗവും NSGയും അപകടം നടന്ന മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് മറുവശത്ത് പുരോഗമിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.